ദാണ്ടേ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ വേറെ ഒരെണ്ണം കൂടെ ജനിച്ചു. അതൊരാൺകുഞ്ഞാണ്. എന്ത് പേരിടും? അപ്പനും അമ്മയും കൂടെ വിഷമിച്ചു അല്ലേ? കുഞ്ഞുണ്ണി മാഷ് അതിനെക്കുറിച്ചൊരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു നാട്ടിലൊരു കുഞ്ഞു പിറന്ന ആ കുഞ്ഞിനൊരു പേരിടണം. അപ്പൻ പേര് തപ്പി നാട് മുഴുവൻ നടന്നു, അമ്മ പേര് തപ്പി വീട് മുഴുവൻ നടന്നു. അവസാനം അപ്പൻ കുഞ്ഞെ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തെത്തി, അമ്മ മോനെ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തെത്തി. അങ്ങനെ കുഞ്ഞുമോൻ എന്നൊരു പേര് കിട്ടി. അപ്പോൾ എൻ്റെ പേര് കുഞ്ഞുമോൻ എന്നാണ്. പട്ടം കിട്ടി. ആദ്യ നാളുകൾ ഇവിടെ ഉള്ളപ്പോഴാണ് പാസ്പോർട്ട് എടുത്തത്. പാസ്പോർട്ടിലെ പേര് കുഞ്ഞുമോൻ. പോലീസ് വെരിഫിക്കേഷന് വേണ്ടി റിസപ്ഷനിൽ വന്ന് അന്വേഷിച്ചു. റിസപ്ഷനിലിരിക്കുന്ന ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയും റിസപ്ഷനിലെ പെൺകുട്ടിയും പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. പോലീസ് തിരിച്ചുപോയി. ഞാൻ പോയി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുവാണ്. സാറേ, അത് ഞാനാണ് സാറേ, അത് ഞാനാണ് സാറേ. ഇതൊക്കെ എന്തിനാ ഇവിടെ പറഞ്ഞെന്നറിയോ? സ്വന്തം പേരിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നാണക്കേടുണ്ടെങ്കിൽ അത് വേണ്ട. നല്ല ഒന്നാന്തരം പേരാ. എൻ്റെ നാട്ടിലൊക്കെ എന്നെ വിളിക്കുന്ന കുഞ്ഞുമോനെന്നാ. ഞാനിത് പറയാൻ കാരണം പേര് പറയാനല്ല, മറിച്ച് ഒരു പേരെന്ന് പറഞ്ഞാൽ അത് വിളിക്കുന്നത് ഒരു വ്യക്തിയെയാണ്. ഇപ്പം നമ്മൾ ജാൻസി എന്ന് വിളിക്കുമ്പോൾ ജാൻസി തിരിഞ്ഞു നോക്കും. മേഴ്സി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് മേഴ്സി തിരിഞ്ഞു നോക്കും. കാരണം ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണ്. സ്വർഗം അങ്ങനെ തന്ന ഒരു പേരാണ് ഏത്? യേശു എന്ന പേര്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതുപോലെ സാധാരണപ്പെട്ട് വിളിക്കുന്ന പോലെയല്ല പേരിൻ്റെ പ്രത്യേകത. എന്തെങ്കിലും പേരിടണ്ടെന്ന് ഓർത്തുകൊണ്ട് അവസാനത്തതല്ലേ കുഞ്ഞ്, മിനി, അങ്ങനെയല്ല ഇത്. മറിച്ച് സ്വർഗം ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ വെളിപ്പെടുത്തിയൊരു പേരാണ്. സാധാരണഗതിയിൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷമല്ലേ പേരിടുന്നത്, അല്ലേ? പക്ഷേ ഈശോയുടെ പേരിട്ടത് യേശു ജനിക്കുന്നതിന് മുമ്പേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പേര് എന്ന് പറയുന്നത് നമ്മുടെ പേര് പോലെയല്ല. വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന, ദൗത്യത്തെ സൂചിപ്പിക്കുന്ന, സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് പേര്. 3 കാര്യങ്ങൾ. ഒരാളുടെ പേഴ്സണാലിറ്റിയെ സൂചിപ്പിക്കുന്നു, അയാളുടെ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, ദൗത്യത്തെ സൂചിപ്പിക്കുന്നു, അയാളുടെ ജീവിത നിയോഗത്തെ, സ്വഭാവ രീതികളെ സൂചിപ്പിക്കുന്നതാണ് പേര് എന്നുള്ളത്. ബൈബിളിലെ പേരുകളൊക്കെ എടുത്ത് വായിച്ചു നോക്കൂ. സാമുവേൽ. സാമുവേൽ എന്താ വാക്കിന്റെ അർത്ഥം? ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങി എന്നാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങി, അല്ലേ? ഓരോ പേരുകളും എടുത്ത് വായിച്ചു നോക്കൂ. ആ പേരിന്റെ പിന്നിൽ ഒരു അർത്ഥമുണ്ട്.